സജാറ്ററ അങ്ങനെയാണ് കേട്ടോ മലേഷ്യൻ ഭാഷയിൽ നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് മലേഷ്യൻ ഭാഷയെ മലായൊക്കെ പഠിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? യെസ് ഗൈസ്, വി ആർ ഇൻ മലേഷ്യ ആൻഡ് നമ്മളിപ്പോൾ കറന്റ്ലി കോലാലംപൂരിലാണ്, വിച്ച് ഇസ് വൺ ഓഫ് ദ ഫേമസ് സിറ്റി ഇൻ മലേഷ്യ. അപ്പോൾ കോലാലംപൂരിലെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ ഈ വ്ളോഗിൽ. അപ്പം എല്ലാവർക്കും ജർമ്മൻ മലയാളിയുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അതിനു മുന്നേ നമ്മുടെ ഇപ്പം നമ്മൾ താഴേക്ക് പോവാണ്, കോലാലംപൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ അപ്പാർട്ട്മെന്റിൽ മൊത്തത്തിൽ ഒരു 48 സംതിങ് ഫ്ലോർ ഉണ്ട്. നമ്മളതിൽ 11th or 12th അങ്ങാണ്ട് ഫ്ലോറാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് എത്തണം. ആ താഴേക്ക് എത്തുന്ന ടൈം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ നമ്മളെ റൂം ടൂർ ഒന്ന് പോയി കണ്ടിട്ട് പോയോ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ താഴേക്ക് എത്താം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇനി ഇൻട്രോ കണ്ടോ. MALLU 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 ഹലോ, വെൽക്കം ടു അവർ റൂം ഇൻ കോലാലംപൂർ. നമുക്ക് ഈ റൂമിന്റെ റൂം ടൂർ ഒന്ന് കണ്ടാലോ? വെൽക്കം. സോ ദിസ് ഇസ് അവർ ക്യൂട്ട് ആൻഡ് വെരി യൂസർ ഫ്രണ്ട്ലി റൂം. ഇത് നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തിരിക്കുന്നത് കോലാലംപൂർ സെന്ററിൽ തന്നെയാണ് കേട്ടോ. ആൻഡ് എനിക്ക് ഈ റൂമിനെ പറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ട് എന്താണെന്നറിയോ? നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുണ്ടോ എന്ന് ഡ്രസ്സ് ചെയ്തത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഈ മിറർ പെർഫെക്റ്റ് ആയിരിക്കും. ബട്ട് ഈ മിറർ ചുമ്മാ മിററല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കബോർഡ് ഉണ്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. ആൻഡ് വെൻ വി കംസ് ഹിയർ, ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെയാണ്. നമ്മുടെ വളരെ ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ യൂസ് ഒന്നും വരുന്നില്ല, കാരണം ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ഇഫ് യു ആർ കമ്മിങ് ഫോർ എ ലോങ് ട്രിപ്പ്, ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വാഷ്റൂം സെറ്റപ്പ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഷവർ ഏരിയ, ഒരു ചെറിയ ഷവർ ഏരിയ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ടോയ്ലറ്റും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ ദിസ് ഇസ് അവർ കിച്ചൺ. അടിപൊളി കിച്ചനാണ്. ഒരു ഫാമിലിക്ക് കുറച്ച് ദിവസമൊക്കെ നിൽക്കാനായിട്ട് എന്തൊക്കെ വേണം? ഒരു സ്റ്റൗ വന്നിട്ടുണ്ട്, ഇലക്ട്രിക് സ്റ്റൗ ആണ്. ഒരു ഓവൻ ഉണ്ട് ആൻഡ് ഒരു കോഫി മെഷീൻ ഉണ്ട്. ആൻഡ് കോഫി ഒക്കെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, കോഫി പൗഡറും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ എല്ലാ ഹോട്ടൽസിലും നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഹോസ്റ്റൽസിലൊക്കെ ഉള്ള പോലെ. വെൻ വി കം ഹിയർ, ഇവിടെ നമുക്ക് അമ്മേനെ കാണാം. ബട്ട് അമ്മയല്ല നമ്മുടെ മെയിൻ പോയിന്റ്. നമ്മളിവിടെ റൂം ടൂർ ആണല്ലോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്, വളരെ ഷോർട്ട് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് ലൈറ്റ്. ആ ലൈറ്റ് കൊള്ളാം അമ്മ. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ കബേർഡ്സ്, ഇഷ്ടംപോലെ കബേർഡ്സ്. ഇവിടെ കബേർഡ്, ഇവിടെ കബേർഡ്, അവിടെ കബേർഡ്, ഫുൾ കബേർഡ്സ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നമുക്കൊരു ടി വി ഏരിയ ആണ് വരുന്നത്. ആൻഡ് എൻ്റെ അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വെളിച്ചം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ നല്ല അടിപൊളിയായിട്ട് കാണാം. എനിക്ക് ഈ ഏരിയ നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് വലിയ വലിയ ഗ്ലാസ് മിറേഴ്സ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. എന്ത് അടിപൊളിയാണല്ലേ നമുക്ക് ഇതിൽ കൂടെ കാണുമ്പോൾ. ഇത് നമുക്ക് കോലാലംപൂർ സിറ്റിയുടെ തന്നെ ഏറ്റവും സെന്ററിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബെഡ് വന്നിട്ടുള്ളത്. 2 ക്വീൻ സൈസ് ബെഡാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ കോലാലംപൂർ റൂം. മലേഷ്യയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് ഫ്രഷ്നപ്പായി ആദ്യം തന്നെ പോയത് തിയാൻ ഹു ടെമ്പിളിലേക്കാണ്. ആ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡസ് മാസ്തു, അതായത് കടലിന്റെ ദേവതയ്ക്ക് വേണ്ടിയിട്ട് കോലാലംപൂരിൽ തന്നെ പണി കഴിച്ചിട്ടുള്ള ടെമ്പിൾ ആണ്. ഇതൊരു ചൈനീസ് ടെമ്പിൾ ആണ്. ആൻഡ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിസൈൻസും ഡെക്കറേഷൻസും ആണ് കേട്ടോ അവിടെ മൊത്തമായിട്ടുള്ളത്. അവിടുത്തെ സ്കൾപ്ചേഴ്സും ബലൂൺസും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആൻഡ് ആ ചൈനീസ് വൈബ് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കും കേട്ടോ. ആൻഡ് അവിടെ ഫോളോ ചെയ്യുന്ന 3 മെയിൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ബുദ്ധിസം, താവോയിസം ആൻഡ് കൺഫ്യൂഷനിസം ആണ്. ആസ് ഐ മെൻഷൻ ഇൻ ദ ക്യാപ്ഷൻ, ഇതെന്റെ അമ്മയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചൊരു ഐറ്ററിനേക്കാളും താല്പര്യം നല്ലോണം അമ്മയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലാക്സ്ഡ് ട്രാവലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു പാക്കേജറിന്റെ സഹായം ഒന്നും എടുക്കാണ്ട് സ്വന്തമായി ട്രാവലിംഗ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ട്രിപ്പിന്റെ A to Z കാര്യങ്ങൾ എനിക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് trip.com എന്ന് പറഞ്ഞ ആപ്പാണ്. ഇൻക്ലൂഡിംഗ് ദ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ദ അക്കോമഡേഷൻ, എല്ലാ കാര്യത്തിനും ഞാൻ യൂസ് ചെയ്തത് trip.com എന്ന് പറഞ്ഞ ആപ്പായിരുന്നു. അപ്പോൾ ആപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തിയാൻ ഹു ടെമ്പിളിലെ മറ്റൊരു മേജർ അട്രാക്ഷൻ ആണ് ഈ ഒറാക്കിൾ സ്റ്റിക്സ്. ഈ ഒറാക്കിൾ സ്റ്റിക്സ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത്. ഈ സ്റ്റിക്സ് എല്ലാം കൂടെ പിടിച്ച് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഏതൊരു സ്റ്റിക്കാണോ ഉയർന്നു നിൽക്കുന്നത് ആ സ്റ്റിക്ക് നമ്മൾ എടുത്ത്
എടുത്ത് അതിൽ എഴുതിയിട്ടുള്ള നമ്പർ നോക്കണം. ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സസ് താഴെയുള്ള ഡ്രമ്മിൽ ഉണ്ടാവും. അതിൽ നമ്മളെ പറ്റി എഴുതിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. എന്നോട് ഈ ദൈവം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആൾക്കാർ പറയുന്നത് കേൾക്കാതെ എന്താണോ എൻ്റെ മൈൻഡിൽ തോന്നുന്നത് അത് മാത്രം ചെയ്യാനാണ്. ശരി. ഈവൻ ദോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ കൺട്രിയിലേക്ക് ഇങ്ങനെ ട്രിപ്പായി പോകുന്നതെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ച ഫാക്ടർ ഇത് എൻ്റെ അമ്മയുടെ ഒപ്പമുള്ള എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രാവൽ ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്മ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അമ്മേനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞാനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ ഒപ്പം ഈ ട്രിപ്പിൽ എൻ്റെ അനിയൻ അച്ചുവും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആള് നമുക്ക് ഈ വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നതുകൊണ്ടാണ് മെജോറിറ്റി ഓഫ് ദ ടൈം ആളെ നമുക്ക് ക്യാമറയുടെ മുന്നിൽ കാണാൻ പറ്റാത്തത്. ബട്ട് ഐ മസ്റ്റ് സേ ദാറ്റ് ഈ വീഡിയോയിലെ മിക്ക ബ്യൂട്ടിഫുൾ ഷോട്ട്സിന്റെയും ക്രെഡിറ്റ്സ് അച്ചുവിനുള്ളതാണ്. തീൻ ഹോൻ ടെമ്പിളിന് ഇനിയും ഉണ്ട് പ്രത്യേകതകൾ. 6 നിലയിലായിട്ടാണ് ഈ ടെമ്പിൾ ഉള്ളത്. അതുപോലെ തന്നെ ചൈനീസ് കാലണ്ടറിലെ 9ാമത്തെ മാസത്തിലെ 9ാമത്തെ ദിവസം ഇവിടെ വെച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ലോങ് ലാസ്റ്റിംഗ് മാരേജ് ആയിരിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ മലേഷ്യൻ ട്രിപ്പിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തീൻ ഹോൻ ടെമ്പിൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്ന നമ്മളെ കാത്തിരിക്കുന്നത് അതിവിശാലമായ ഷോപ്പിംഗ് ഏരിയ ആണ്. ചൈനീസ് മലേഷ്യൻ ഗുഡീസ് അല്ലെങ്കിൽ ഈ ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. ബട്ട് ഹെൻസ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് സ്പോട്ട്. ഇവിടുത്തെ റേറ്റ് ബാക്കിയുള്ള സ്ട്രീറ്റ് ഷോപ്പിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഈ റാക്കിലിരിക്കുന്ന ഐറ്റംസ് കണ്ടപ്പോൾ നല്ലോണം മേടിക്കാൻ തോന്നിയെങ്കിലും പ്രൈസ് കേട്ടപ്പോൾ ഞാൻ ആ ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. പകരം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള കിറ്റ്കാറ്റിന്റെ ഈ കിട്ടിൽ ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് മേടിച്ചത്. അങ്ങനെ നമ്മൾ തീൻ ഹോൻ ടെമ്പിളിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായ ബുക്കിറ്റ് ബിങ്താങ്ങിലേക്ക് എത്തി. കോലാലംപൂരിലെ വൺ ഓഫ് ദ മേജർ സ്പോട്ടാണ് ബുക്കിറ്റ് ബിങ്താങ്. ഇവിടെ തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള പവലിയോൺ മാളും ഫുഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള ജലാൻ അല്ലോറൊക്കെ വരുന്നത്. സമയം ഏകദേശം 4 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ബുക്കിറ്റ് ബിങ്താങ്ങിലുള്ള വോം വോക്ക് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സത്യം പറയാലോ, ആ ഫ്രൈഡ് റൈസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് നല്ല ഫ്ലോപ്പ് ആയിരുന്നു. സത്യത്തിൽ നമ്മൾ ഇന്ന് ബുക്കിറ്റ് ബിങ്താങ്ങിലേക്ക് പോവാൻ തന്നെ കാരണം ആ പെർട്ടിക്കുലർ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. പക്ഷെ അത് ഇത്ര ഫ്ലോപ്പ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫുഡ് ഫ്ലോപ്പ് ആയതിന്റെ ചെറിയ വിഷമമൊക്കെ എനിക്കുണ്ട്. പക്ഷെ നമുക്ക് അതിന് വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ. അടുത്തത് കോലാലംപൂരിൽ തന്നെയുള്ള ഒരു മോളിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ആ മോൾ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്. ആ മോളിന്റെ എൻട്രൻസിലുള്ള കോലാലംപൂരിന്റെ മലേഷ്യയുടെ തന്നെ ഐഡന്റിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കാണാനായിട്ടാണ്. മലേഷ്യയിലെ ഏറ്റവും വലിയ ഫ്യൂവൽ കമ്പനിയാണ് പെട്രോണാസ്. അവർ അവരുടെ ഓഫീസിന്റെയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ട്വിൻ ടവർ ബിൽഡിംഗ് പണിയുന്നു. ഒരു കാലഘട്ടം വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഈ ബിൽഡിംഗ് ആയിരുന്നു. പിന്നീട് ബുർജ് ഖലീഫ പോലെയുള്ള വമ്പന്മാർ വന്ന് ആ പൊസിഷൻ തട്ടിയെടുത്തെങ്കിലും ഇപ്പോഴും പെട്രോണാസിന്റെ ഈ ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ട്വിൻ ടവർ. 451 മീറ്റേഴ്സ് ആണ് ഈ ബിൽഡിംഗിന്റെ ടോട്ടൽ ഹൈറ്റ് വന്നിട്ട്. ആൻഡ് 2 ടവേഴ്സിനും കൂടി ജോയിൻ ചെയ്യിക്കാനായിട്ട് ഒരു സ്കൈ ബ്രിഡ്ജും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻട്രസ്റ്റഡ് ആണ് വെച്ചാല് പെട്രോണാസ് ട്വിൻ ടവറിന്റെ ഉള്ളിലേക്ക് കയറാനും അതുപോലെ തന്നെ ടോപ്പ് ഫ്ലോറിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനെന്തോ സെപ്പറേറ്റ് ടിക്കറ്റ്സോ മറ്റോ എടുക്കണം. പക്ഷെ നമ്മളിലാർക്കും അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലാണ് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ടായത്. സോ നമ്മളിപ്പോൾ പെട്രോണാസ് ട്വിൻ ടവറിൽ നിന്ന് സെലോമ ബ്രിഡ്ജ് കാണാൻ പോവാണ് കേട്ടോ. ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ടൊരു ബ്രിഡ്ജാണ്. രാവിലെ കാണുമ്പോൾ കുഴപ്പമില്ല, ഒരു സാധാ ബ്രിഡ്ജ്, കുറച്ച് അലങ്കാരപ്പണിക്കുള്ള ബ്രിഡ്ജ്. പക്ഷേ രാത്രി അതിൻ്റെ ഫോട്ടോസ് നോക്കിയപ്പോൾ ഭയങ്കര രസം കാണാൻ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ, ഒരു 9 മിനിറ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ നടക്കാനായിട്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടുത്തെ മലേഷ്യൻ ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ സ്റ്റക്കായി പോവുക. പക്ഷെ ഹോങ്കിങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് നടക്കാം. രാവിലെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കൊക്കെ നടന്നു പോലെ അത്ര പോസിബിൾ അല്ല കേട്ടോ. പക്ഷെ വൈകുന്നേരം ലൈറ്റ്സും ആൾക്കാരും ബഹളൊക്കെ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു കാറൊക്കെ എടുക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ നല്ലത് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ അടങ്ങി നടന്നു പോകുന്നതായിരിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള സെലോമ ബ്രിഡ്ജിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് കോലാലംപൂരിലെ ഐറ്റ്നറി ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കലങ് റിവറിനെ ക്രോസ് ചെയ്തിട്ടാണ് 69 മീറ്റേഴ്സ് ഉള്ള സെലോമ ബ്രിഡ്ജ് പണിതിട്ടുള്ളത്. പെട്രോണാസ് ട്വിൻ ടവറിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടും പിന്നെ അടിപൊളി ലുക്ക് ആയതുകൊണ്ടും കോലാലംപൂരിൽ വരുന്ന ഒരു ടൂറിസ്റ്റും മിസ്സാക്കാത്ത ഒരു സ്പോട്ടായിട്ട് സെലോമ ബ്രിഡ്ജ് ഇപ്പോൾ മാറിയിട്ടുണ്ട്.
അത്ര അധികം ക്രൗഡഡ് ആയിരുന്നു കേട്ടോ നമ്മളവിടെ ചെന്നപ്പോൾ. ആ കാണുന്ന റെഡ് ബിൽഡിംഗ് കണ്ടോ, അതാണ് KL ടവർ, വിച്ച് മീൻസ് കോലാലംപൂർ ടവർ. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കോലാലംപൂർ സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. പക്ഷെ ഞാൻ വീഡിയോസിലൊക്കെ ഞാനൊന്ന് അരിച്ചു പറക്കിയപ്പോൾ അതൊരു മസ്റ്റ് വാച്ച് ആയിട്ട് ആരും പറയാത്തോണ്ട് തന്നെ നമ്മുടെ ഐറ്റനറിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ബേസിക്കലി എനിക്ക് മലേഷ്യനെ പറ്റി, എസ്പെഷ്യലി കോലാലംപൂറിനെ പറ്റി മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ ടൈം നിങ്ങൾ മിസ്സാക്കിയാലും നൈറ്റ് ടൈം ഒരിക്കലും മിസ്സാക്കരുത്. നല്ല ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, കാരണം അത്ര അധികം ആക്ടിവിറ്റീസും ക്രൗഡും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ളത് നൈറ്റ് ടൈമിലാണ്. അങ്ങനെ മിഡ് നൈറ്റ് ഒക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ഫസ്റ്റ് ഡേ ഓഫ് കോലാലംപൂർ ഇസ് ഓൾമോസ്റ്റ് ഡൺ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.